ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെയിൽ കണ്ടോ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉള്ള വെയിലാണ്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. 7 മണിയുടെ അടുത്താവുന്നുള്ളൂ. എൻ്റെ 9 to 7 ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വെതർ വെച്ചിട്ട് ചിലപ്പോൾ നമുക്കൊരു 9 മണി 9:30 വരെയൊക്കെ 9 മണി വരെയെങ്കിലും ഈ വെയിലുണ്ടാകും. 9:30 വരെയെങ്കിലുമൊക്കെ നമുക്ക് നല്ലപോലെ വെട്ടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വെയിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ വെയിലടിക്കുന്നത് പോലെയാണ് മുഖത്തേക്ക് വെയിലടിക്കുന്നത്. എനിവേ, ബാക്ക് ടു ദി ടോപ്പിക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു കമൻറ്റ് കണ്ടായിരുന്നു. കോമ്പിറ്റൻസീസിനെ കുറിച്ചും മാൻഡേറ്ററി ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാൻഡേറ്ററി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട്, അതായത് ഇപ്പോൾ ട്രസ്റ്റിൽ വർക്ക് ചെയ്യണോ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ട്രെയിനിങ്ങാണ് മാൻഡേറ്ററി ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ട്രെയിനിങ് പോയി അറ്റൻഡ് ചെയ്യേണ്ട ട്രെയിനിങ്ങുകളുണ്ട്. അത് അക്കാഡമിയിൽ എവിടെയാണ് ട്രെയിനിങ് തരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ട്രസ്റ്റിൽ എവിടെയാണ് ട്രെയിനിങ് തരുന്നതെന്ന് വെച്ചാൽ അവിടെ ഫേസ് ടു ഫേസ് നമ്മൾ പോയി ചെയ്യേണ്ട ട്രെയിനിങ്ങുകളുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയ ട്രെയിനിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സ്റ്റാഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡുണ്ട്. അതിനകത്ത് നമ്മളെ അവർ കാണിക്കും ഏതൊക്കെ ട്രെയിനിങ്ങുകളാണ് ക്ലാസ്സിൽ പോയി ചെയ്യേണ്ടത്, ബാക്കി ഏതൊക്കെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയതെന്നൊക്കെ. ഇവിടെ സമ്മറൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ, സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ആ കാണുന്ന ഊഞ്ഞാലുകളൊക്കെ ഇപ്പോൾ ഇവർ പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്തതാണ്. ഇത്രയും ദിവസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ സമ്മർ പ്രമാണിച്ച് കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് വന്നേക്കുന്ന സാധനങ്ങളാണത്. അപ്പോൾ 7 മണിക്കാണ് ഞാൻ തിരിച്ച് നടക്കണമെങ്കിലും ഡേ 9:30 വരെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ടൈമുണ്ട്. അതായത് നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നാലും പിന്നെയും കുറച്ചുകൂടെ ടൈം നമുക്ക് ഡെയിലി ബാക്കിയുള്ള പോലെ തോന്നും. അപ്പോൾ ഇത് കഴിഞ്ഞൊരു വോക്കിന് പോയാലും ഞാനും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു ദി ടോപ്പിക് അഗെയിൻ, മാൻഡേറ്ററി ട്രെയിനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് സ്റ്റാഫ് റെക്കോർഡിൽ ESR, ഇലക്ട്രോണിക് സ്റ്റാഫ് റെക്കോർഡ്, അതിനകത്താണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ലീവുകൾ, ആബ്സെൻസുകളെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരോ ട്രെയിനിങ്ങുകൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ടാർഗറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് 100% ആയിരിക്കണം എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളിൽ. അപ്പോൾ അതിനകത്ത് കുറേ ട്രെയിനിങ്ങുകൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വർക്കിൽ പോയിട്ട് ഫ്രീ ഉള്ള ടൈമിലോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ ഒരു ദിവസം എടുത്തു നമ്മൾ ലൈബ്രറിയിൽ പോയി അവിടുത്തെ കമ്പ്യൂട്ടറിലിരുന്ന് ESR കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അവേഴ്സ് ടെക്നിക്കലി നമുക്ക് അവർ തിരിച്ച് തന്നെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ നമുക്ക് പേ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളത് ട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ട്രെയിനിങ്ങുകളാണ്. കാര്യം നമ്മൾ ഓൺലൈനായിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ കൂടെയും നമ്മൾ ട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ട്രെയിനിങ്ങാണ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ടൈം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ട്രസ്റ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവേഴ്സിന് ട്രസ്റ്റ് പേ ചെയ്യണം എന്നുള്ള. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റിൻ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലിരുന്ന് ESRൻ്റെ ഓരോരോ നമ്മൾ ചെയ്യേണ്ട ട്രെയിനിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ മാൻഡേറ്ററി ട്രെയിനിങ്ങുകളാണെങ്കിലും കോമ്പറ്റൻസികളാണെങ്കിലും അതിന് ചില എക്സ്പയറികളുണ്ടാവും. ഇപ്പോൾ ചില കോമ്പറ്റൻസികൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ലൈഫ് ലോങ് എക്സ്പയറി ഉള്ളതുണ്ട്. അതായത് നമ്മൾ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അതിന് എക്സ്പയറി ഉണ്ട്. പക്ഷേ ചില ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 ഇയർ മാത്രമേ അതിന് എക്സ്പയറി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ 1 ഇയർ കഴിയുമ്പോഴും ട്രെയിനിങ്ങിൻ്റെ എക്സ്പയറി നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ ഈ മാസം ഞാൻ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, അതിന് 1 ഇയർ എക്സ്പയറി ഉള്ളതാണെങ്കിൽ അടുത്ത വർഷം ഈ മാസം ആകുമ്പോഴേക്കും വീണ്ടും ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നാണ് ട്രസ്റ്റ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾക്ക്, അതായത് ട്രെയിനിങ് എക്സ്പയർ ആകുന്നതിന് ഒരു 2-3 മാസം മുന്നേ ഓൾറെഡി നമ്മുടെ ESRൽ നിന്ന് നമ്മുടെ NHS മെയിലിലേക്ക്, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം മെയിലല്ലാട്ടോ ഒരിക്കലും യൂസ് ചെയ്യുന്നത്. NHS നമുക്ക് വേണ്ടി ഒരു പുതിയ മെയിലുണ്ടാക്കും. അത് NHS ഇമെയിലാണ് നമ്മുടെ.
അപ്പോൾ നമ്മുടെ NHSലുള്ള നമ്മുടെ NHS ഇമെയിലിലേക്ക് അവർ നമുക്ക് നോട്ടിഫിക്കേഷൻസ് തന്നുകൊണ്ടിരിക്കും. അന്ന് നിങ്ങളെടുത്ത ഈ കോമ്പിറ്റൻസി എക്സ്പയർ ആവാറായിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ അത് എക്സ്പയർ ആകും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പുതിയ ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഇപ്പോഴേ ചെയ്ത് തീർക്കാം. അങ്ങനെ പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാൻ തുടങ്ങും. അപ്പോൾ അവർ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പിറ്റൻസീസ് ടൈമിൽ പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൈം കിട്ടുന്നതനുസരിച്ച് നമുക്കത് പുതുക്കിക്കൊണ്ടിരിക്കാം. ആരും തന്നെ അങ്ങനെ കോമ്പിറ്റൻസീസ് ഫില്ല് ചെയ്യാതെ അല്ലെങ്കിൽ പുതുക്കാതെ ബാക്കൗട്ടായിട്ട് വിടാറില്ല. കാരണം നമ്മളത് വിട്ട് കളഞ്ഞാലും ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോർഡ് മാനേജേഴ്സിന് അതോറിറ്റിയിൽ നിന്ന് മെയിൽ ചെല്ലാൻ തുടങ്ങും, ഇന്ന ആളുടെ ഇത്ര കോമ്പിറ്റൻസീസ് റിമൈനിങ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഓളിൽ അടിച്ചു വരും, ഓരോരുത്തർ ഇത്ര കോമ്പിറ്റൻസീസ് റിമൈനിങ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഓൺലൈൻ അല്ല, ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഈ പറഞ്ഞ ESR തന്നെ നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഓൺലൈനായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ നമുക്കൊരു സീറ്റ് തരും. സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതും നമ്മുടെ NHS ഇമെയിലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയി പറയുന്ന ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഒലിവർ മെക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരുന്നു വീഡിയോ ഇട്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കോമ്പിറ്റൻസീസ് വീണ്ടും നമുക്ക് കോമ്പിറ്റൻ്റ് ആകാം. ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രെയിനിങ് മാൻഡേറ്ററി ആണോ അല്ല എന്ന് അറിയാവുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ESR തന്നെ നമ്മൾ പറയും. നമ്മുടെ 100% ആക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവർ നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന 100% കോമ്പിറ്റൻസിയാണ്. ആ 100% വരുന്നത് എല്ലാം തന്നെ മാൻഡേറ്ററി ട്രെയിനിങ്ങൾ. അത് എല്ലാം തന്നെ നമ്മൾ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അത് 100% ആവണം എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ട്രെയിനിങ്ങുകളാണ് ഈ ESRൽ വരുന്ന 100%. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ട കോമ്പിറ്റൻസികൾ, ഇപ്പോൾ എനിക്ക് തോന്നുവാണ് എനിക്ക് ട്രക്കിയോസ്റ്റമി കെയർ അല്ലെങ്കിൽ IV കാനുലേഷൻ അതെനിക്ക് കോമ്പിറ്റൻ്റ് ആവണം, എനിക്കത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നുവാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്ന കോമ്പിറ്റൻസികളാണ് മാൻഡേറ്ററി അല്ലാത്ത ട്രെയിനിങ്ങുകൾ. മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. പിൽസ്, അതായത് പീഡിയാട്രിക് ഇമ്മീഡിയറ്റ് ലൈഫ് സപ്പോർട്ട്, ILS ഇമ്മീഡിയറ്റ് ലൈഫ് സപ്പോർട്ട്, അല്ലെങ്കിൽ അഡൾട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാൻഡേറ്ററി ട്രെയിനിങ്ങിൽ വരുന്നത്. ഇപ്പോൾ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ABLS മതിയാകും. അഡൾട്ട് കാർഡിയക് ബേസിക്, ഇപ്പോൾ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ABLS മതിയാകും, അതായത് അഡ്വാൻസ്ഡ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അപ്പം നമ്മളിപ്പോൾ ക്രിട്ടിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ILS എടുക്കാനായിട്ട്, അതായത് ഇമ്മീഡിയറ്റ് ലൈഫ് സപ്പോർട്ട്. അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിക്കുള്ളതാണ്, അതിനകത്ത് ഡ്രഗ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതെടുക്കാനായിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരെന്നവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പൽസറി ട്രെയിനിങ് ആണ്. പിന്നെ ഇവിടത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡിങ്, ഹോയിസ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൽസറി ട്രെയിനിങ്ങിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പം ബ്ലഡ് സാമ്പിൾ കളക്ഷൻ അല്ലെങ്കിൽ IV കാനുലേഷൻ, അതൊക്കെ ഇവിടെ മാൻഡേറ്ററി അല്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് കോമ്പിറ്റൻ്റ് ആവണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, വേണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് കളക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് എടുക്കാതെയോ ക്യാനിൽ ഇടാതെയൊക്കെ നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലഡ് സാമ്പിൾ കളക്ഷനൊക്കെ പ്രത്യേകം ഒരു ടീം ആളുകൾ വരും. അവർ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് തന്നെ വരുന്നവരാണ്. ഡേ ടൈമിൽ അവരുണ്ടാകും. അപ്പോൾ വൈകുന്നേരം തലേ ദിവസത്തെ ഓർഡറുകളൊക്കെ ഡോക്ടേഴ്സ് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് ഇവർ വന്ന് ബ്ലഡൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒരു സ്റ്റാഫ് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമുക്ക് അമ്മച്ചി ട്രീറ്റ് തന്നേക്കുന്നതാണ്. സാധാരണ ബർത്ത്ഡേ ഉള്ളപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രീറ്റ് കൊടുക്കുകയാണ്. പക്ഷേ അമ്മച്ചി ഇന്ന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് ട്രീറ്റ് കൊണ്ട് തന്നേക്കാണ്. അമ്മച്ചിയുടെ 67ാമത്തെ ബർത്ത്ഡേ ആണ്. അമ്മച്ചി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. 67 വയസ്സായെന്നുള്ളൊരു തോന്നലേ ഇല്ല, അടിപൊളിയാണെന്നാണ് അമ്മച്ചി എനിവേ പറഞ്ഞത്. അപ്പം നമ്മൾ ചെറുതായിട്ട് അമ്മച്ചി കൊണ്ടുവന്ന കേക്കും സ്വീറ്റ്സൊക്കെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ഒന്ന് നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ബിറ്റ്സ് ആൻഡ് ബംസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ വീണ്ടും ബാക്ക് ടു ദി ടോപ്പിക്, നമ്മൾ കോമ്പറ്റൻസീസ് ഇല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കും? അപ്പോൾ നമ്മൾ ബ്ലഡ് കളക്ഷനൊക്കെ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഒരു ടീമുകാർ വരും, EDA ടീംസ് വരും, ഒരു ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് മാത്രം വരുന്നവരാണ്. അപ്പോൾ കാനുലേഷനൊക്കെ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജൂനിയർ ഡോക്ടേഴ്സിനെ വിളിച്ച് പറയും. F1 F2 എന്ന് പറഞ്ഞ് പല കാറ്റഗറിയിലുള്ള ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടീമിലുള്ള ആരോടെങ്കിലും ചെന്ന് പറയാം, നമ്മുടെ കോർഡിനേറ്ററോ അങ്ങനെ ആരോടെങ്കിലും നമുക്ക് ചെന്ന് പറയാം, എൻ്റെ പേഷ്യൻറ്റിന് ബ്ലഡ് എടുക്കാനുണ്ട്, എനിക്ക് ബ്ലഡ് എടുക്കാനുള്ള കോമ്പറ്റൻസി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീമിൽ ആരുടെയെങ്കിലും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ജൂനിയർ ഡോക്ടേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ മാൻഡേറ്ററി അല്ലാത്ത ഇങ്ങനത്തെ പ്രൊസീജിയറുകൾക്കൊക്കെ നമുക്ക് ആളുകളെ വിളിക്കും. ഇനിയിപ്പോൾ NG ട്യൂബ് ഇൻസേഷൻ പോലുള്ള വേറെ എന്തെങ്കിലും പ്രൊസീജിയറുകളാണെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കോമ്പറ്റൻസി ഇല്ലെങ്കിൽ നമ്മൾ കാര്യത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് വേറെ എവിടെയാണോ കോമ്പറ്റൻസി ഉള്ള ആളുകളുള്ളത് അവിടെ നിന്ന് നമ്മൾ ആളുകളെ വിളിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ എവിടെ ആളെ കിട്ടുന്നോ അവിടെ വെച്ച് കോമ്പറ്റൻസി ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കോമ്പറ്റൻസി ഇല്ലാതെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. എല്ലാവരും ഇഷ്ടപ്പെട്ടു ലൈക്കൊക്കെ ചെയ്യുക. ബൈ ബൈ.